ഇന്ന് നമുക്കൊരു പാചകമായാലോ? വേറെ ഒന്നല്ല, വീട്ടിൽ നമുക്ക് വിശന്നപ്പോൾ ഹിപ്പി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ പല പല സംഭവങ്ങൾ കണ്ടുകൊണ്ട് എല്ലാം കൂടെ എൻ്റെ തലയിലിരിക്കുന്നതുകൊണ്ടും ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ കയ്യിലുള്ള തട്ടിക്കൂട് സാധനങ്ങൾ വെച്ച് ഒരു പരീക്ഷണം അങ്ങോട്ട് നടത്താമെന്ന്. അങ്ങനെ പിന്നെ നമ്മളിവിടെ മുട്ട ഇവിടെ ചിക്കൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ മുട്ട നല്ലതുപോലെ ഇതായി വന്ന് കഴിഞ്ഞിട്ട് ശേഷം ബാക്കി നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഒരു ലൈക്കും തരാം, നിങ്ങളുടെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഞാൻ ആദ്യം വിചാരിച്ച് രസം ഉണ്ടാവില്ല എന്നാണ്, പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കി വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട വേറെ സാധനങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ബാക്കി സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഹിപ്പിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ്ടോ ഈ മയോണൈസ്. പിന്നെ നമ്മൾ നേരെ തക്കാളി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ. പിന്നെ ഹിപ്പിൽ കിട്ടുന്ന മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് തക്കാളി ഒന്ന് കുറച്ച് നേരം ഒന്ന് ചൂടായി വാടി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇതിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഇളക്കി നല്ല സെറ്റായി ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വേറൊന്നും വേണ്ടല്ലോ, നൂഡിലിൻ്റെ ബാക്കി സംഭവങ്ങൾ തന്നെ. അപ്പോൾ നമ്മളിവിടെ 3 നൂഡിൽസാണ് എടുക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ ഇനി തിളച്ച് വരട്ടെ കേട്ടോ. അതിന് വേണ്ടി നമുക്ക് അടച്ച് വെക്കാം. ഇതിനകത്തേക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കാം. അങ്ങനെ പിന്നെ ഞാനിവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സംഭവം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ നൂഡിലിടാം. സാധാരണ നമ്മളിപ്പം ചെയ്യണ പോലെ. അതിന് നമുക്ക് ഇത് ബാക്കി എന്താവുമെന്ന് അറിയാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടാണ്, വലിയ സംഭവമൊന്നും ഇല്ല ഇതിനകത്ത്. എന്തൊന്നും ആകെ നൂഡിലിടുക, തക്കാളി ഇടുക, പിന്നെ ഞാൻ കുറച്ച് മയോണൈസ് ആഡ് ചെയ്യുന്നുണ്ട്. ചീസി മയോണൈസാണ്. അതും തക്കാളി അതൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് അങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ആ മയോണൈസ് ഇടുന്നത് കൊണ്ടാണെന്ന് അറിയാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മുട്ട ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ സംഭവം. മയോണൈസ് ഇടുമ്പോൾ കുറച്ചുകൂടി ക്രീമി ടെക്സ്ചർ വന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു. സാധാ നമ്മൾ ഹിപ്പി ഉണ്ടാക്കുമ്പോൾ ഉള്ള ടേസ്റ്റിനെക്കാട്ടിയും കുറച്ചുകൂടി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ തീർന്നു പോയായിരുന്നു. വീട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ സോയാ സോസ് ഉണ്ടെങ്കിൽ കുറച്ചിടുന്നത് നല്ലതാണ്, വേണമെങ്കിൽ. അങ്ങനെ നമ്മുടെ നൂഡിലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സോസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറച്ചായി വാങ്ങിച്ചിട്ട് കേട്ടോ, തീരാനായി. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടി കൂടുതൽ ഇട്ടാലും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടിയതിനേന്ന് പിന്നീട് തിന്നുകൊണ്ടിരുന്നപ്പോൾ ഓർത്തു. പക്ഷേ തിന്നുകൊണ്ടിരുന്നപ്പോൾ ഓർത്തിട്ട് കാര്യമില്ല. ഇത് ബർഗറിൻ്റെ പീസാണ് കേട്ടോ. ഞാൻ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച ചീസി മയോണൈസാണ്. അങ്ങനെ പിന്നെ അത് നല്ലതുപോലെ മിക്സാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ സംഭവം റെഡിയായി. ഇനി എന്താ, ഇനിയൊന്നുമില്ല, നമുക്ക് തിന്നാം. അതുതന്നെ മെയിൻ പരിപാടി. അങ്ങനെ പിന്നെ നമ്മൾ നേരെ അത് പ്ലേറ്റിലാക്കിയിട്ട് ഞാൻ തിന്നാണ് കേട്ടോ. അപ്പോൾ റിച്ചുവിനോടൊക്കെ ചോദിച്ചപ്പോൾ റിച്ചുവിനൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ. ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോ അല്ലേ കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂടാ, ബൈ.